എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു നിയാൻസ്. മുരിങ്ങയിലയും മുട്ടയും കൊണ്ട് വ്യത്യസ്തമായ രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ള തോരൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി നമുക്ക് കുറച്ച് മുരിങ്ങയില അടർത്തിയെടുത്ത് അത് തണ്ടോടുകൂടി തന്നെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. തണ്ടോട് കൂടി തന്നെ വെച്ച് കഴുകിയെടുക്കുമ്പോൾ നമ്മൾ ഈ ഇല അതിൽ നിന്ന് ഊരിയെടുത്തിട്ട് കഴുകുന്നതിനേക്കാളും പെട്ടെന്ന് തന്നെ നമുക്ക് നന്നായിട്ട് വൃത്തിയാക്കി എടുക്കാൻ പറ്റും. അയൺ കണ്ടന്റ് ധാരാളം അടങ്ങിയിട്ടുള്ള ഒരു ഇലയാണ് മുരിങ്ങയില എന്ന് പറയുന്നത്. അപ്പോൾ രക്തക്കുറവുള്ളവർ മുരിങ്ങയില കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇലയെല്ലാം നമുക്കിങ്ങനെ തണ്ടിൽ നിന്ന് ഊരിയെടുത്തതിന് ശേഷം ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കാം. പഴയ ആളുകളൊക്കെ മുരിങ്ങയില ഇങ്ങനെ അരിഞ്ഞെടുക്കരുതെന്നാണ് പറയുന്നത്. കഴിക്കും എന്നൊക്കെ പറയും. അതിനെക്കുറിച്ച് എനിക്ക് വലിയ ധാരണയില്ല. ഞാനിങ്ങനെ അരിഞ്ഞാണ് ഇതെടുക്കുന്നത്. ഇപ്പോൾ ഇലയെല്ലാം ഇതേപോലെ അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 മുട്ട വേണം. ആ 2 മുട്ട ഒരു പാത്രത്തിലേക്ക് ഉടച്ചൊഴിച്ചു കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുരിങ്ങയിലയൊക്കെ കഴിക്കാത്ത കുട്ടിയൊക്കെ മുട്ടയൊക്കെ ചേർത്ത് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ കുട്ടികൾ കഴിച്ചോളും. ബീറ്റ് ചെയ്ത മുട്ട അവിടെ മാറ്റി വയ്ക്കാൻ നമുക്കൊരു അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി തേങ്ങ ചിരകിയത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 4 5 ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് ചതച്ചെടുക്കാം. ഇനി ചൂടായി കിടക്കുന്ന പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്ത് മുട്ടയൊന്ന് നന്നായിട്ടൊന്ന് ചിക്കി തോർത്തിയെടുക്കാം. മുട്ട ഇതേപോലെ കുറച്ച് വലിയ പീസസ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ടെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് ചെറിയ ചെറിയ പീസസ് ആക്കി ഇങ്ങനെ കുത്തി ഉടച്ച് എടുക്കാം. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മുരിങ്ങയില ഇതിൻ്റെ പുറത്തായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. പിന്നീട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നീട് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നീട് അതിന് എത്രത്തോളം വെള്ളം ആവശ്യമുണ്ടോ അത്രത്തോളം വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി മൂടി വെച്ചിട്ട് ആവി കയറ്റിയെടുക്കാം. വെള്ളം മിക്സിയുടെ ജാറ് കഴുകുന്ന കുറച്ച് വെള്ളം മതിയാകും. 2 ടേബിൾ സ്പൂൺ വെള്ളം മാത്രം മതിയാകും അതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. ആവി കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടപ്പ് മാറ്റിയതിന് ശേഷം പിന്നെ നന്നായിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. ഇനി ഇത് മൂടി വയ്ക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് ഇളക്കി ഇലയിൽ കട്ടയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കട്ടയെല്ലാം മാറ്റി കുറച്ച് സമയം ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. മുരിങ്ങയിലാണെങ്കിൽ ആവി കയറിയ ഉടനെ ഒന്ന് കട്ടയാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് നന്നായിട്ട് ഇതേപോലെ ചിക്കി കൊടുക്കാം. ഈ സമയമൊക്കെ ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്ത് വേണം ഈ തോരൻ ഇങ്ങനെ ചിക്കി കൊടുത്തുകൊണ്ടിരിക്കാൻ. ഇലയൊക്കെ ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ട് വിട്ട് വരുന്ന സമയമാകുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്ക് അടുപ്പിൽ നിന്നും മാറ്റാം. മുരിങ്ങയില ഒരു തവണ ഈ ഒരു രീതിയിൽ മുട്ടയും ചേർത്തൊന്ന് തയ്യാറാക്കി കഴിക്കൂ. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടമാകും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.